റമദാൻ മാസം വരുവാണ്. എല്ലാവരും നോമ്പ് നോൽക്കുന്ന സമയമാണ്. റമദാൻ മാസത്തില് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2 നേരമാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. ഒന്ന് ഇടയത്താഴത്തിന്, ഒന്ന് നോമ്പ് തുറക്കും. പലരും ഇടയത്താഴം സ്കിപ്പ് ചെയ്യാറുണ്ട്. അത് ചെയ്യാൻ പാടില്ല. അന്നത്തെ ദിവസത്തേക്ക് വേണ്ട ഫുൾ എനർജിയും ഇടയത്താഴത്തിൽ നിന്നാണ് കിട്ടുന്നത്. സോ അത് സ്കിപ്പ് ചെയ്യുന്നത് ഒഴിവാക്കാം. ഇടയത്താഴത്തിന് കൂടുതലായിട്ട് ഫൈബറും പ്രോട്ടീനും അടങ്ങിയ ആഹാരങ്ങൾ കഴിക്കുക. പ്രോട്ടീൻ അടങ്ങിയതായിട്ട് മുട്ട, ചിക്കൻ കറി വെച്ചത്, പനീർ, യോഗർട്ട്, പയർ വർഗ്ഗങ്ങളൊക്കെ നമുക്ക് കഴിക്കാം. ഫൈബർ അടങ്ങിയതായിട്ട് ഒരുപാട് പച്ചക്കറികൾ, ഫ്രൂട്ട്സ്, അതുപോലെ ഹോൾ ഗ്രെയിൻസ്, ബ്രൗൺ റൈസ് ഒക്കെ നമുക്ക് കഴിക്കാം. ഇപ്പൊ ചോറ് കഴിക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് ബ്രൗൺ റൈസ് കഴിക്കാം. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരങ്ങൾ വളരെ കുറയ്ക്കുക. കാരണം കാർബോഹൈഡ്രേറ്റ് പെട്ടെന്ന് ഡൈജസ്റ്റ് ആയി പോകും. നമുക്ക് പെട്ടെന്ന് തന്നെ വിശപ്പ് വരാൻ സാധ്യതയുണ്ട്. പ്രോട്ടീനും ഫൈബറും അടങ്ങിയ ആഹാരങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. വാട്ടർ കണ്ടന്റ് അടങ്ങിയ ഫ്രൂട്ട്സുകൾ കൂടുതലായിട്ട് കഴിക്കുക. പൈനാപ്പിള്, ആപ്പിള്, മാങ്ങ മുതലായവ കൂടുതലായിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ വെള്ളം നിലനിർത്താൻ സഹായിക്കുന്നതാണ്. നോമ്പ് തുറക്കുന്നത് ഈത്തപ്പഴം വെച്ച് തന്നെ നോമ്പ് തുറക്കുക. അത് വളരെ നല്ലതാണ്. ഒരുപാട് വെള്ളം കുടിക്കുക. ഒരുപാട് മധുരം അടങ്ങിയ ആഹാരങ്ങൾ ഒഴിവാക്കുക. അതുപോലെ ഒരുപാട് എണ്ണയിൽ പൊരിച്ച ആഹാരങ്ങൾ ഒഴിവാക്കുക. ഫ്രൂട്ട് ജ്യൂസസുകൾ കുടിക്കുന്നതിന് പകരം കട്ട് ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഫ്രൈഡ് ആയിട്ടുള്ള സ്നാക്സ് കഴിക്കുന്നതിന് പകരം സ്റ്റീംഡ് സ്നാക്സ് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഹെൽത്തി. അതുപോലെ തറാവിയ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ആഹാരം കഴിക്കുന്ന രീതി ഒഴിവാക്കുക. കിടക്കുന്നതിന് മുന്നേ ഒരുപാട് ആഹാരം കഴിക്കാതെ കുറച്ച് നേരത്തെ ആഹാരം കഴിച്ചിട്ട് കിടക്കുന്നതായിരിക്കും നല്ലത്. നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കാൻ ശ്രമിക്കുക. റമദാൻ നോമ്പ് വെറും പട്ടിണി അടക്കലല്ല, അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കൃത്യമായ രീതിയിൽ നോമ്പ് അനുഷ്ഠിച്ചാൽ നമ്മുടെ ആരോഗ്യത്തെയും ആത്മീയതയും ഒരുപോലെ സംരക്ഷിക്കാൻ കഴിയും. എല്ലാവർക്കും റമദാൻ ആശംസകൾ.